وخرج بالطلاق غيره ഇശാറത്തു നാതിഖിൻ ബിതലാഖിൻ ലഹു എന്നാ പറഞ്ഞത്. തലാഖ് എന്ന ഖൈദ് കൊണ്ട് പുറപ്പെട്ടു, ഗൈറുഹു തലാഖ് അല്ലാത്തത് പുറപ്പെട്ടു. നാതിഖിന്റെ വക്കൽ നിന്ന് ഇശാറത്ത് തലാഖ് അല്ലാത്തതിൽ ഉപകരിക്കും. ഫഖദ് തകൂനു ഇശാറത്തുഹു കഇബാറതിഹി ഫഖദ് തകൂനു ഇശാറത്തുഹു നാതിഖിന്റെ ഇശാറത്ത് ആവുന്നതാണ് കഇബാറതിഹി അവൻ്റെ വാക്ക് പോലെ തന്നെ ആവുന്നതാണ്. പറഞ്ഞ സ്ഥാനത്ത് തന്നെ ഇശാറത്ത് നിൽക്കും. എത്രയോ സ്ഥലത്ത് കഹിയ ഇശാറത്ത് പോലെ ബില്ലമാൻ അമാൻ കൊണ്ട് ഒരു കാഫിർ പറഞ്ഞ് നിങ്ങളുടെ നാട്ടിൽ ഞാൻ കടക്കട്ടെയോ എന്ന് ഇശാറത്താക്കി. എന്നാൽ കടന്നുകൊള്ളുവീൻ എന്ന് പറഞ്ഞ സ്ഥാനത്തായി. കഹിയ ഇശാറത്ത് പോലെ ബില്ലമാൻ ലിൽ കാഫിരീൻ കാഫിറിനോട് അന്യമതക്കാരോട് സുരക്ഷ കൊണ്ട് ഇശാറത്താക്കിയാൽ ഞാൻ നിങ്ങൾക്ക് സുരക്ഷ തന്നിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. വകദ അൽ-ഇഫ്താഉ വനഹ്വുഹു വകദ അൽ-ഇഫ്താഉ വനഹ്വുഹു എന്താണ്? ഇതേ പ്രകാരം തന്നെയാണ് അൽ ഇഫ്താഉ മറുപടി പറയൽ ഇശാറത്ത് പോലെയാകുന്നു. ഏത്? ഇഫ്താഹ് വനഹ്വുഹു വീട്ടിൽ പ്രവേശിക്കാനുള്ള അനുവാദം. അതാണ് നഹ്വ്. ഇഫ്താഹിന്റെ ഉദാഹരണം ഏതുപോലെ? ഫലു ഖീല ലഹു ഒരു മുഫ്തിയോട് ചോദിക്കപ്പെട്ടു, മറുപടി പറയുന്ന ആളോട്, ഫിഖ് മസാല അറിയുന്ന ആളോട് ചോദിക്കപ്പെട്ടു, അയജൂസു കഥ കഥ എന്ന് പറഞ്ഞാൽ അവിടെ ബയാനുണ്ട്. യജൂസു കഥ ഫഅശാറ ബിറഅസിഹി മസലൻ ഐ നഅം അവൻ ഇശാറത്താക്കി തല കൊണ്ട്. തല എന്ന് പറഞ്ഞത് മസലൻ, തല എന്നത് ഖൈദല്ല. ഐ നഅം ജായിസ് തന്നെയാണ്. എന്നാൽ അവൻ ജാസ എന്ന് പറഞ്ഞ സ്ഥാനത്തായി. ജാസൽ അമലു ബിഹി അതനുസരിച്ച് അമൽ ചെയ്യൽ എന്താണ്? വനഖ്ലുഹു അവൻ ജായിസാക്കിയതായി നഖിൽ ചെയ്യാമെന്നു അവനെ തൊട്ട്. എന്നാൽ ഇന്ന മസലയിൽ ഇന്നാൽ ഇന്നയാള് ജായിസാക്കിയിട്ടുണ്ട്, ഞങ്ങൾ ചോദിക്കുകയും ജായിസാണെന്ന് പറയുകയും ചെയ്തതായിട്ട് തന്നെ കാണിച്ചാലും തെറ്റുവരോ? ഇല്ല. അപ്പൊ 3 സ്ഥലത്ത് എന്താകുന്നുണ്ട്? അതാണ് ഖലീബി അല ശർവാനിയിൽ പാട്ട് കൊടുത്തത്. ഇശാറത്തുല്ലി നാതിഖിൻ തുഅതബറു ഫിൽ ഇദി വൽ ഇഫ്താ അമാനിൻ ദകറു. വിജീരമീന്റെ ഭാഗത്താണത്. ഇശാറത്തുല്ലി നാതിഖിൻ നാതിഖിനുള്ളതായ ഇശാറത്ത് നെഹ്റുണ്ട് മുബ്തദ. ഇശാറത്തുല്ലി നാതിഖിൻ തുഅതബറു അത് പരിഗണിക്കപ്പെടും. പില്ലിദിനി വീട്ടിൽ കടക്കട്ടെയോ എന്ന് പറഞ്ഞാൽ കൈ കൊണ്ട് ഇശാറത്താക്കിയാൽ കം ഹിയർ, വെൽക്കം ടു എൻട്രൻസ്. ഇഫ്താ ജായിസാണോ? ജായിസല്ലേ? സിഗ്നൽ മതി. അമാൻ ഫില്ലിദിനി വൽ ഇഫ്താ അമാനിൻ ദകറു നിങ്ങളുടെ രാജ്യത്ത് ഞങ്ങൾ വരട്ടെയോ? അവിടെ അല്ല ഇശാറത്ത് മതി. കണ്ട പൊട്ടന്റെ ഇശാറത്ത് അംഗീകരിക്കപ്പെടും സരീഹായിട്ട് തന്നെ.
വളരെ പരിശുദ്ധമായിട്ട് തന്നെ സ്വീകരിക്കപ്പെടും. നാപ്പൊട്ടനാണെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ എല്ലാം ആ നാപ്പൊട്ടം തന്നെയാണ്. നുത്തുക്ക് വേണ്ട. ഫിൽ ഉഖൂദി ഇല്ലാത്തത് ഉണ്ടാക്കുമ്പോൾ ഉഖൂദ്, ബൈഅ, ഹിബത്ത്, അഖദല്ലേ, വൽ ഹുലൂൽ ഉള്ളത് ഇളക്കി വിടുമ്പോഴും, വൽ ഹുലൂൽ ഹുലൂലിനെ 3 മിസാലാ കൊടുത്തത്. വൽ അഖാറീരി വദ്ദഅവ വഗൈരിഹ പറയാം. ഹുലൂലിന്റെ മിസാൽ ഏതുപോലെ? തലാഖ് പോലെ, ഫസ്ഖ് പോലെ, ഇത്ഖ് പോലെ. കഴിഞ്ഞു, അവിടെ സ്റ്റോപ്പ്. വൽ അഖാറീരി അവിടെ ഫിൽ ഉഖൂദി വൽ ഹുലൂലി വൽ അഖാറീരി. ഇത് മിസാലാക്കല്ല. വൽ അഖാറീരി മറ്റേതിന്റെ മേലെ അത്ഫ്. ويعتد إشارة أخرسا في العقود والعلول والأقارير إقرار جمع قارير. إقرار الذي മതി. അവൻ്റെ മൊഴിയെടുക്കാൻ വന്നാൽ അവന് നാപ്പൊട്ടനായാൽ ഇശാറത്ത് പോലെ. إقرار جمع قارير مفاعيل وزن. إقرار مفعال إقرار عند جمع أقارير مفاعيل. دعوى എന്നതിൻ്റെ ജമ്മാണ് ദഅവാ, ദഅവി. وبالفعال والفعال جميع شهراء والعذراء والقيسة باع وغيرها. എത്രത്തോളമെന്ന് വെച്ചാൽ വൈൻ അംകനതുൽ കിതാബ, എഴുതാൻ എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും ശരി, എന്താ ലില്ലറൂറത്തി ഗതികേട് കൊണ്ട്. എന്തിനാണ് അവൻ്റെ ഇശാറത്ത് നമ്മ അംഗീകരിച്ചത്? അത് ദറൂറത്താണ്. കിതാബത്തിന് എന്താ മുന്തിക്കാഞ്ഞത് ഇശാറത്തിനേക്കാണ്? അത് ലിയന്നകുല്ല മിൻഹുമായ യഹ്താജു നിയ്യ, ഓരോന്നും നിയ്യത്തിലേക്ക് ആവശ്യമുണ്ട്. ഫലാ മുറജിയ ലിഇഹ്ദാഹുമാ അലൽ ഉഖ്റ എന്ന് മാത്രമല്ല, ഫഖദ് യുഖാലു ഇന്നൽ കിതാബത അല്ലാഹു മിനൽ ഇശാറ ഫഇന്നഹാ മൗദൂഅത്തുൻ ലിൽ ഇഫ്ഹാം ബിഖിലാഫിൽ ഇശാറ. എന്നിട്ട് പോലും എന്തിനു മുന്തിച്ചില്ല? അത് അലബീമാവ് പറയുന്നു ലിഅന്നഹു ലൈസ കുല്ലു അഹദിൻ യഫഹമുൽ കിതാബ. എഴുതാൻ ആർക്കാണ് അറിയുക? ആരാണ് എം.എ പഠിച്ചത്? ആരാണ് ബി.എ ആയത്? എഴുതാൻ അറിയണ്ടേ? അവർക്കും കൂടി എന്തിന് സാധിക്കുന്നുണ്ട്? നിയ്യത്ത് എല്ലായിടത്തും വേണം. ഓട്ടോമാറ്റിക്കായി ഇശാറത്ത് വരൂ. അഭ്യസ്ത വിദ്യർക്കല്ലേ എന്ത് സാധിക്കുള്ളൂ? ഉമ്മീയങ്ങൾക്കാവോ? അതാ ലില്ലറൂറത്തി എന്ന് പറഞ്ഞത്. സാർവത്രികമായ അത്യാവശ്യം പരിഗണിച്ചുകൊണ്ട് ഇശാറത്ത് എടുക്കപ്പെടും. സാക്ഷിത്വത്തിന് ഇശാറത്ത് മതിയാവൂല. വേണ്ടതുപോലെ ബോധ്യപ്പെട്ടാലും ശരി. ഷഹാദത്ത് തൊള്ള തുറന്നിട്ട് വളരെ അംഗീകൃതമായിട്ട് പറയണം. അതാ ഈ ഷഹാദത്ത് എടുക്കുമ്പോൾ ബായി വത്താൻ പാടില്ല എന്നെല്ലാം പറയുന്നുണ്ടല്ലോ. ഹല്ലിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങുന്നത് കാണണം. അഖ്വാലി നിക്കാഹിനെല്ലാം ബായി തർപ്പിക്കുന്നില്ലേ? ഉള്ളിൽ നിന്നെന്തെങ്കിലും പറഞ്ഞാൽ മതിയാ? മിഷീൻ അടിച്ചാൽ മതിയാ? ഷഹാദത്തായിട്ട് അംഗീകരിക്കൂല. വലാ തബ്തുലു ബിഹാ സ്വലാത്തുഹു. നാപ്പൊട്ടനായാൽ പോലും ഓൻ ഇശാറത്ത് കാണിച്ചാൽ ഓൻ്റെ ഇശാറത്ത് കലാമിൻ്റെ സ്ഥാനത്തല്ലേ. എന്നിട്ട് പോലും എന്താകുന്നില്ല? നിസ്കാരം ബാത്തിലാകുന്നില്ല. കാരണം നമസ്കാരത്തെ ഒടുക്കിക്കളയണമെങ്കിൽ ഹൈ പവർ വേണം. ഇത് ഏതോ ഒന്നിനെ പിടിച്ചിട്ട് നിങ്ങൾ അഖ്വാലിൻ്റെ സ്ഥാനത്ത് നിർത്തിയതല്ലേ. അപ്പോൾ അർത്ഥമുള്ള ഒരക്ഷരമോ പൊതുവെ 2 അക്ഷരമോ പറഞ്ഞാൽ ബാത്തിലാകുന്ന ഈ ഇശാറത്ത് കൊണ്ട് ബാത്തിലാകോ? ഇല്ല. വലാ യഹ്നസു ബിഹാ, സത്യത്തിൽ പിഴക്കുകയില്ല ഇശാറത്ത് കൊണ്ട്. ആര്?
ഹലഫ അവൻ സത്യം ചെയ്തു ലായത്തക്കല്ലമൂ സംസാരിക്കൂല. അവൻ ആ സമയത്ത് സംസാരത്തിന് കഴിവുള്ളയാളാണ്. സുമ്മ ഖരിസാൻ പിന്നെ നാപ്പട്ടം ആയി മാറിപ്പോയി. അങ്ങനെയുള്ളവർക്ക് ഇശാറത്ത് കൊണ്ട് പിഴവ് വരൂല. ചിന്തിക്കുന്നവർക്ക് ഇങ്ങനെ സത്യലംഘനായിട്ട് കൂട്ടൂല. ഓനെ എപ്പം സത്യം വലായഹനസു ബിഹാ ഇശാറത്ത് കൊണ്ട് സത്യം മൻ ഹലഫ ഹലഫ ലാ യതകല്ലമു വല്ലാഹി ലാ തകല്ലമു വല്ലാഹി ലാ തകല്ലമു പറഞ്ഞു. സുമ്മ ഖരിസ പിന്നെ നാപ്പട്ടനെ എന്നാല് എന്നിട്ട് സംസാരിച്ചാലും ഹനസാവൂല. പിന്നെ എവിടെ ആവും പറഞ്ഞത് ആകുന്നതില്ലേ? ഫസ്റ്റ് അവൻ അഖ്റസാണ്. എന്നിട്ട് അന്നേരോ സംസാരിക്കൂലെന്ന് ഇശാർത്ത് കൊണ്ട് സത്യം ചെയ്ത് എന്നിട്ട് ഇശാർത്ത് കാണിച്ചാൽ തന്നെ എന്തായി പ്രശ്നമാണ്. അത് ആള് വായിക്ക്, ചെറുവാനി വായിക്ക്, പിന്നെ കാസിം വായിക്ക്, കിതാബിൽ എടുക്കുകയും ചെയ്യും. പത്താം വേണ്ട പോലെ 10:51 എടുക്ക്. 10 അതിനല്ലേ സ്പീഡ് വേണം. മറിക്ക് 15-ാം വരി 51 15-ാം വരി ചെറുവാനിയാണ് 15 വഖദിയത്തു 15 വഖദിയത്തു തഅലീലിൽ അവ്വലി 10-ാം ജുസ്അല്ലേ ഇത്? വഖദിയത്തു ജവാബിഹി നില ഇതന്നെ വഖദിയത്തു ജവാബിഹി അനിൽ അവ്വലി അന്നഹു ലൗ ഹലഫൽ അഖ്റസ് ഓരോന്ന് സ്പ്ലിറ്റ് ആയിട്ട് പറയും. നല്ല തിരി അന്നഹു ലൗ ഹലഫൽ അഖ്റസു ലാ യതകല്ലമു വതകല്ലമ ബിൽ ഇശാറത്തി ഹനിസ ഫൈല വസ്ന. ശരിയായില്ലേ? ഇനി അവിടെ നിർത്തല്ലേ, അത് പൂർത്തിയായില്ലേ? അതാ വെയ്യ വരുന്നുണ്ട് എന്ന് പറഞ്ഞത്. ഷെർവാനി ഇമാം പറയുന്നത് എന്റെ കിതാബിൽ വെയ്യ വരുന്നുണ്ട്. ഇനി ഇവന് കാസിം എടുക്ക്. ഇപ്പൊ വായിച്ചില്ല. مفهوم هذا الكلام أنه يهنس بها الأخرس إذا حلف لا يتكلم. سيأتي بيانه എന്റെ കിതാബിൽ ഇവന് കാസിമിൽ വരുന്നുണ്ട്. 10:51 എടുക്ക്. അടിയിലെ വരി, ഏറ്റവും അടിയിലെ വരി. وقضية جوابه عن الأول أنه لو حلف الأخرس لا يتكلم فتكلم بالإشارة حنيسا لأنه إذا കണ്ടാ ശരിയായില്ലേ? ഇനി അഖ്റസിന് തന്നെ അത് 5 വയ്യ പറയുമ്പോൾ എടുക്കണേ. 5 പേര് ഇനിയിപ്പോ എല്ലാം അന്നേരം ആടെ തന്നെ ഓരോ കിതാബിൽ തന്നെ കാണിക്കണം. അഖ്റസിന്റെ ഉച്ചാരണം 2 സൈസ് ഉണ്ട് പോലും. ഏതൊക്കെ ഇശാർത്ത് കാണുമ്പോൾ തന്നെ തിരിയുന്നു പോലും ഈ പറഞ്ഞ മുറാദ്. എന്നാൽ ശരി, ഇവനുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ആക്കേ തിരിയുള്ളൂ. എന്താ ഇശാർത്ത് കാണിച്ചത്? എന്നാ കിനായത്ത് അടങ്ങിയത്ത് വേണം. ചിന്തിക്കേ എന്താ അഖ്റസിന്റെ ഇശാറത്ത് 2 സൈസ് ഉണ്ട്. എന്തല്ലോ ശരിയുണ്ട്, ശരിയേതാ എല്ലാവർക്കും മനസ്സിലാകും. എന്നാല് അവനുമായി ബന്ധമുള്ള ഒരാൾക്കോ രണ്ടാക്കേ തിരിയുന്നുള്ളൂ എങ്കിൽ കിനായത്ത് അതിനി പറയും. അപ്പൊ നീയത്ത് വേണോ? നീയത്ത് ഉണ്ട് എന്നോ ഇല്ലാന്നോ അവൻ പറഞ്ഞാൽ കേട്ടോളോ. അഖ്റസ് തഫ്സീറുൽ അഖ്റസി സരീഹു ഇശാറത്തിഹി ഫി തലാഖി ബിഗൈരി തലാഖ് ആയാൽ കതഫ്സീരിൽ ലഫ്ളി ശായി ഫി തലാഖി ബിഗൈരി ഫലാ യഖ്ബലു മിൻഹു ളാഹിറൻ ഇല്ലാ ബിൽ ഖരീന. ഒരു പൊട്ടനെ ഇശാറത്താക്കി ഞാൻ ഇതല്ല ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞു. ശരിയാണെങ്കിൽ സ്വീകരിക്കൂല. തലാഖായിട്ട് തന്നെ നമ്മ ചുമത്തും. ഞാൻ ഇന്നതാ കരുതിയത് എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കും. കിനായത്താണ്, എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപമല്ലെങ്കിൽ. അപ്പൊ ഓനിക്ക് തന്നെ ശരിയുണ്ട്, ഓനിക്ക് തന്നെ എന്തുകൊണ്ട് പറഞ്ഞു.
ഫഹിം ഫഹിമ തലാഖഹു വഗൈറഹു ബിഹാ കുല്ലു അഹദിൻ ഫസരീഹത്തുൻ. ഫഹിം ഫഹിമ മനസ്സിലാക്കിയാൽ തലാഖഹു ഓന്റെ തലാഖിനെ വഗൈറഹു ബിഹാ. ഗൈറിന്റെ വിഷയം ഇവിടെ പറയേണ്ട ആവശ്യമില്ല, നമ്മ ഇത് മാത്രം കൈകാര്യം ചെയ്യുന്നു. ഷർത്തുണ്ട്. കുല്ലു അഹദിൻ കുല്ലു അഹദിൻ എല്ലാരും ഫസരീഹത്തുൻ. സരീഹാണ്. അതായത് പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. അപ്പോ സ്പഷ്ടമായ ഭാഷയാണ് ഉപയോഗം, സ്പഷ്ടമായ ഇഷാറത്തായിട്ട് കണക്കൂട്ടും. നിയത്തിലേക്ക് ആവശ്യമില്ല എന്ന് മാത്രമല്ല, നിയത്ത് ചെയ്താലും ആ നിയത്ത് ഫലിക്കൂല. വഇല്ലം യഫ്ഹംഹ അഹദുൻ ഔ അവിഖ്തസ്സ ബിഫഹ്മിഹി ഐ അത്തലാഖി മിൻഹ ഫതിനൂന ഐ അഹ്ലു ഫിത്നത്തിൻ വദകായിൻ ഫകിനായത്തുൻ. പറഞ്ഞോ ഫകിനായത്തുൻ. വഇല്ലം യഫ്ഹംഹ അഹദുൻ, ഒരാൾക്ക് മനസ്സിലാവൂല. പക്ഷെ അത് ഉണ്ടാൻ പാടണ്ട. കിനായത്താണ്ടെങ്കിൽ കുറച്ചാക്കെങ്കിലും തിരിയേണ്ട രൂപമുണ്ട്, അല്ലെങ്കിൽ ലഘുവല്ലേ ആകലി. അങ്ങനെ ഒരു ചെറു കൂട്ടാൻ പാടണ്ട. ഈ തൊയ്ഫയിലല്ലാണ്ട് അതിൽ വന്നിട്ടില്ല. ആർക്കും തിരിയുന്നില്ലെങ്കിൽ ലഘുവല്ലേ ആകലി. ഒരാൾക്കെങ്കിലും തിരിയണ്ടേ? അപ്പോ അത് ഒഴിവാക്കാൻ തന്നെ ആവണം പോലും. കതിയുക്കാല് വായിച്ചോ. അതുകൊണ്ടാണ് ഈ കൂട്ടിച്ചേർക്കല് നിഹായ മുഖനി അംഗീകരിക്കാഞ്ഞത്. ഒരു വലിച്ചു ചാടി കണ്ടാ പോട്ട് ആ കഷ്ടം വേണ്ടായിരുന്നു. അവന്റെ തലാഖ് ഫഹ്മ് കൊണ്ട് കുത്തകയായി മിൻഹ ഇശാറത്ത് മുഖേന ഫത്തിനൂന. ആടെ ജമ്മു ദക്കർ സാലിമും മുറാദല്ല പോലും. ആരെങ്കിലും ഒരാൾക്ക് തിരിഞ്ഞാൽ മതി കിനായത്താകാൻ. ആർക്കും തിരിയാണ്ടായിപ്പോടാ. ഇവനുമായി ചുറ്റിപ്പറ്റിയ ഒരാൾക്കെങ്കിലും തിരിയും. അപ്പൊ ജമ്മു മുറാദല്ല. ഫത്തിനൂനാന്ന് എന്താക്കി? ബാബുനോട്ട് ജമ്മാക്കിയില്ലേ? പുരുഷനാകണമെന്ന് അങ്ങനെയും ഇല്ല. അവൻ ജുമ്മാക്ക് തിരിഞ്ഞാലും പോരെ. അതി ബുദ്ധി സാമർഥ്യമുള്ളവർക്ക് മാത്രമേ തിരിയുന്നുള്ളൂ. എങ്കിൽ എത്രത്തോളം എന്ന് വെച്ചാൽ അതിലേക്ക് കൂടിച്ചേർന്നാലും ശരി. എന്ത് എത്രയോ കരീനത്ത് അതിൻ്റെ ഒക്കെ കൂട്ടീന് പോലും. കുറേ കരീനത്ത് കൂട്ടിയാലും എന്താവൂല, കിനായത്ത് ഒരു കാലത്തും എന്താവൂല, ആവൂല. ആ നിയമം ഇനി ഓർമ്മ വേണം. കുറേ നാള് കമാൻഡർ ആയാല് സർജനാവോ വയ്യേ? ഇല്ലല്ല. കുറേ നാള് തണ്ണിയും കൊരിയായതുകൊണ്ട് ഖത്തീബാവോ? ഇല്ല. അങ്ങനെയാണ്. കരീനത്തൊന്നും ഇവിടെ നോക്കൂല എന്നാണ്. കരീനത്ത് കൂട്ടി 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 അതൊന്നും ഇവിടെ വേണ്ട. ഒമറാബലമാനി 5242 മുൻകടന്നു. കരീനത്ത് കൂട്ടിയാൽ ഉടനെ സരിയായി പോലും. അത് അഹ്റസിന് മാത്രമുള്ള കഴിവാന്ന് പോലും. കിനായത്തിന്റെ കൂടെ കരീനത്ത് കൂട്ടിയാലേ സരിയായി. ആ പവർ ആയിരിക്കേ ഉള്ളൂ. മൂന്നാം വരി. മൂന്നാം വരി എന്ന് പറയുമ്പോ തന്നെ സങ്കടം. കണ്ട അന്ന കിതാബത്തൽ അഖ്റസി അൽ മുൻളമ ഇലൈഹാ ഖറായിനു തുശ്ഇറു ബില്ലമാനി സരീഹത്തുൻ. ലഹുമാ എന്ന് പറഞ്ഞാൽ ഓർക്കേണ്ടാക്ക്. ശൈഖാൻ വേറെ ലഹുമാൻ ഫിക്കിൽ വേറെ ആരെ പറ്റി ഇങ്ങനെ തമ്മിൽ നടക്കാൻ അധികാരമില്ല എന്നാണ്. ഓർക്കേണ്ടാണ് എന്ന് പറഞ്ഞാൽ എപ്പോഴും മുത്തായിനാണ്. ഹുനാ മാ യഖ്തദി അന്ന കിതാബത്തൽ അഖ്റസി അൽ മുൻളമ ഇലൈഹാ ഖറായിനു തുശ്ഇറു ബില്ലമാനി സരീഹത്തുൻ വഇൻ കാന ലഹു ഇശാറത്തു മുഫീമ. പക്ഷേ വഫീഹി നദറുൻ ലാഹിറുൻ لإطلاقهم أن كتابته كناية ولقولهم ليه الكناية لا تنقلب إلى الصريح بالقرائن وإن كثرت إلى يوم الدين.
ഒരിക്കലും കരീനത്തുണ്ടായിട്ടൊന്നും കാര്യമില്ല. അന്തിബായിനുൻ മുഹറമത്തുൻ അലയ്യ അബദൻ ലാ തഹില്ലീന ലീ അബദോ. എന്നിട്ട് അത് കിനായത്തന്നെയല്ലേ. അപ്പോ ലമാനിന്റെ ഭാവിയിൽ അവർക്ക് ഒരു പെടല് പെട്ടുപോയതാണ്. അവിടെ തന്നെ അവർ ഉടച്ചു വാർത്തിട്ടുണ്ട്. ഈ തെറ്റ് ഉണർത്താനാണ് അവിടെ കൊടുത്തത്. അത് അവമറ അഫലല്ലമാനി മാ മാ ഖദ് യുഖാലിഫു ദാലിക മാ മാ ഫീഹി മാ ഖദ് യുഖാലിഫു ദാലിക മാ മാ ഫീഹി. അതിന്റെ പരാതിയോടുകൂടെ അവിടെ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായും അവിടെ പറഞ്ഞത് ഇതിനോട് എതിരാകുന്നുണ്ട്. അത് തഹ്ഖീഖ് വദാലിക അത് മത്തിലേക്ക് ഫൈൻ ഫൈമ ഫൈൻ ഇഖ്തസാർ. ഒന്ന് ശരിയായി ഒന്ന് കിനായത്തായി. അതിന്റെ ആവശ്യം എന്ത്? മത്തിനിൽ പറഞ്ഞില്ലേ ഫൈം ഫൈമ തലാഖഹു കുല്ലു അഹദി ഫൈൻ ഇഖ്തസ ബിഫഹ്മിഹി. അതിന്റെ എല്ലാം ആവശ്യം എന്ത്? അത് കമാഫി ലഫ്ലി നാത്തിഖി. നാത്തിഖിന്റെ ലഫ്ലിൽ ഇതേപോലെ നിങ്ങൾ 2 സൈസാക്കിയിട്ടില്ലേ? അതിന് നിയത്ത് വെച്ചണോ ഇല്ലയോ എന്നിപ്പോ എങ്ങനെയാ തിരിയല്? وتعرف نيته فيما إذا أتى بإشارة أو كتابة بإشارة أو كتابة أخرى. അവൻ നിയത്ത് വെച്ചണോ വെച്ചിട്ടില്ലേ എന്ന് എങ്ങനെ മനസ്സിലാക്കപ്പെടും? وتعرف نيته فيما إذا أتى بإشارة. അവൻ എന്തുകൊണ്ടാന്ന്? ഇഷാറത്ത് കൊണ്ടുവന്നതിൽ ഔ കിതാബത്തിൻ അല്ലെങ്കിൽ കിതാബത്ത് കൊണ്ടുവന്നതിൽ ബിഇശാറത്തിൻ ഔ കിതാബത്തിൻ ഉഖറ തുറഫിലേക്ക്. അതുകൊണ്ടാണ് അറിയപ്പെടല് തുറഫിലേക്ക് മാറ്റിനി. തുറഫ് ബിഇശാറത്തിൻ ഔ കിതാബത്തിൻ ഉഖറ. അപ്പൊ എന്താക്കണം? അപ്പൊ അടുത്ത ഇഷാറത്ത് അല്ലെങ്കിൽ ഇനി എഴുതിപ്പിക്കല്. ഇനി എഴുതിയിട്ട് പറഞ്ഞു തരണം ഞാൻ നിയത്ത് വെച്ചിട്ടുണ്ട് അല്ല അതിനും ഇഷാറത്താക്കണം. അതിന് വേറെ നിയത്ത് മതി. അടാ ഒരു പൊരുത്തപ്പെട്ട് ആരിൽ നിന്നും സിഗ്നൽ കൊണ്ട് ചെയ്യുമ്പോൾ പൊരുത്താക്കൂല. ഇവിടെ പൊരുത്താക്കി. ഇത് ശരിയായ വൈനത്തും വാദിയത്തൊന്നും അല്ല. എന്നിട്ടും നമ്മള് ഇഷാറത്തും കിതാബത്തും പൊരുത്താക്കി നിയത്ത് വെച്ച് എന്നായി പറഞ്ഞ മനസ്സിലായാ? നിയത്തുഹു ഫീമാ ഇദാ ബിഇശാറത്തിൻ ഔ കിതാബത്തിൻ ഔ കിതാബത്തിൻ അല്ലേ? വകാന്നഹും പണ്ഡിതന്മാർ ഇഗ്തഫറു അവർ പുറത്തിരിക്കുന്നു തൈരീഫഹു അഖ്റസിന്റെ അറിയിപ്പ് ബിഹാ 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 ഇശാറത്ത് കിതാബത്ത് കൊണ്ട്. ഇശാറത്ത് കിതാബത്ത് കൊണ്ടല്ലേ അവൻ അറിയിപ്പ് തന്നത്. കിനായ ഏതോടുകൂടി ഇശാറത്തായാലും കിതാബത്തായാലും അതും കിനായത്തല്ലേ. ആടിയ നിയത്തിനെയും വേണ്ടേ? അപ്പോ തസൽസലായിട്ട് പോകില്ലേ? കോഴി ആദ്യം ഉണ്ടായത് മുട്ടയാ. ആ മുട്ടക്ക് വേറെ കോഴി വേണ്ടേ? ആ കോഴിക്ക് വേറെ മുട്ട വേണ്ടേ? ഇങ്ങനെ നിങ്ങളുണ്ട് എന്നാല് നിങ്ങളുടെ സ്റ്റോപ്പ് ചെയ്തല്ലോ. ഏതോടുകൂടി നമ്മൾക്ക് ബോധ്യപ്പെടുന്നില്ലല്ലോ. കുറച്ചപ്പുറത്തിട്ടാണ് എന്താക്കണം? എന്താണ് നമുക്ക് ബോധ്യമാവുന്നില്ല. അലാനിയത്തിഹി ദാലിക ഓൻ ഇന്നാലിന്നതിനെ കരുതിയിട്ടുണ്ട് എന്ന് ഇഷാറത്ത് കിതാബത്ത് കൊണ്ട് കരുതിയിട്ടുണ്ട്. അതെ കുറച്ച് മുന്നോട്ടായി പോയതാ. നമ്മൾക്ക് എന്തില്ല ബോധ്യാന്നില്ല. അലാനിയത്തിഹി ദാലിക അവൻ ഇന്നതാണ് വെച്ചത്. തലാഖാണെങ്കിൽ തലാഖ് ഈ കിതാബത്ത് ഇഷാറത്ത് കൊണ്ട് എന്നിട്ടും അത് പൊരുത്തമാക്കിയത് എന്തുകൊണ്ട്? അത് ഇർത്തഫറുവിന്റെ അന്തങ്ങനെ പൊരുത്താക്കിയത് കടുപ്പം കാട്ടല്ലേ വേണ്ടി. എന്തേ ഒന്നും ആക്കാൻ കഴിയില്ല. ഇനിയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാലാവോ? ഇനി ഇബിനാജല്ലൈത്തമി വേറെ കിതാബിന്റെ പോരിച്ച പറയുന്നത് എന്താ? ഇഷാറത്തിന് ഉഖ്റാന്ന് പറഞ്ഞില്ലേ? എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു അവതരിപ്പിച്ചില്ലേ? അത് ബേസും വർക്കത്തുണ്ട്. എല്ലാം അടങ്ങിയ നല്ല സൂട്ടബിളായി വാർത്ത മുത്തവല്ലി ഇമാമിന്റെ അവതരണത്തേക്കാണ്.
എന്താണ് മുത്തവല്ലി അവതരിപ്പിച്ചത്? വയുഅ്തബറു ഫിൽ ആഖിറ. അഖ്റസിൽ പരിഗണിക്കപ്പെടും. അൻ യക്തുബ, അവൻ എഴുതി തരത്ത്. മാ ലഫ്ളി തലാഖി, തലാഖിന്റെ ലഫ്ള് എഴുതിയതിന് പുറമെ എഴുതി തരത്ത്. ഇന്നി ഖസത്തു തലാഖാൻ, അതിനേക്കാണ് കുറെ തഅമീമും കുറെ മെച്ചവുമാണ് എൻ്റെ അവതരണം എന്നാ പറയുന്നത്. എന്താണ് എന്തേ മെച്ചം? ഷർത്ത് വിട്ടിട്ടില്ല. തഅബീരി ബിമാ ദുക്കിറ, ഞാനിവിടെ അവതരിപ്പിച്ചില്ലേ ബിമാ ഇദാ അതാ ഇശാറത്ത്. ഞാൻ അവതരിപ്പിച്ച മുഴുവൻ വളരെ ഭാഗ്യാന്ന് വരും. ഇശാറത്ത് കൊണ്ട് വന്നെടുത്തു, എഴുതിയെടുത്തു, അത് അറിയപ്പെടും. ഇശാറത്ത് കൊണ്ട് അറിയപ്പെടും, എഴുത്തുകൊണ്ടും അറിയപ്പെടും. കുറേ തഅമീമും കിട്ടി. ഇതെന്താണ്? കിതാബത്ത് മാത്രം. ലഫ്ളു തലാഖ് എഴുതിയതിന് പുറമെ ഇതും കൂടി എഴുതണം. അപ്പൊ ലഫ്ളു തലാഖ് എഴുതിയതും ഇത് എഴുതിയിട്ട് അറിയിച്ചതേ വരുന്നുള്ളൂ അല്ലേ? അതിനേക്കാണ് ദിവസല്ലേ? പോട്ട് 218 നിങ്ങളെ കിതാബിൽ വരുന്നുണ്ട്. 218 അതായത് സിനാക്ക് പോയിട്ട് തെളിയിക്കാൻ കഴിയാഞ്ഞാൽ സത്യം ജയിച്ചിട്ട് ഔട്ടാക്കല്, നാടാകുന്ന നാട് മുഴുവനും അവളുടെ കാര്യം അറിയിക്കല്, സത്യം ചെയ്തിട്ട് അവിടെ ഒരു വിഷയം പറയുന്നുണ്ട്. 218 കിട്ടി. അന്നഹും അൽഹഖു ബിൽ അഖ്റസി, അവർ സാക്ഷാൽ നാപുട്ടനോട് ഖിയാസാക്കി. ഒരാളെ ഉഴുത്തുഖില ലിസാനുഹു, ഉഴുത്തുഖില മജൂലാക്കണം, അവൻ്റെ നാവ് വറ്റിപ്പോയി. എന്താ വാദം കൊണ്ടാവട്ടെ, കളിക്കുന്നില്ല അവൻ. സാക്ഷാൽ മുത്തക്കല്ലിമന്നെയാന്ന് ആള്. ഇപ്പൊ എന്തോ നാവ് മരവിച്ചു പോയി പോലും. ഉഴുത്തുഖില ബന്ധായിപ്പോയി, സ്തംഭിച്ചു. എന്നാല് മാറുമെന്ന് പ്രതീക്ഷയുമില്ല പോലും. എന്നാൽ അവിടെ എന്ത് വിധി നടത്തണം പോലും? അഖ്റസിന്റെ വിധി പറഞ്ഞിട്ടുണ്ട്. മുത്തക്കല്ലിമാ സാക്ഷാൽ അവന്റെ നാവ് ഉണങ്ങിപ്പോയി എന്നാ പറഞ്ഞു, മരവിച്ചുപോയി, വലിച്ചാ കിട്ടുന്നില്ല പോലും. അതെല്ലാം വന്നാലുണ്ടാവില്ല അങ്ങനെ ഒന്നാക്കാൻ. എന്നാല് അത് ലം യുർജബുറുഹു ആകുമ്പോൾ വേറെ മസലയുണ്ട്. എന്താണ്? 3 ദിവസം കഴിഞ്ഞാൽ തീർച്ചയായും മാറും, കുറച്ച് കാത്തിക്കണമെന്ന് മാത്രം. അങ്ങനത്തെ ഒരു മസാല പറയുന്നുണ്ട്. പറഞ്ഞതുപോലെയാണോ ഈ 2 മസാലയിലും വേണ്ടത്? അല്ല, ഇവിടെ പ്രത്യേകമായ മസലയാണ്, അവിടെ അങ്ങനെയാണ്, ഇവിടെ ഇങ്ങനെയാണ് എന്നാണോ? ശരിക്കും പറഞ്ഞോളി. ഇഫ്രാഖു ആകുമ്പോൾ എന്താവും? ഇഫാഖത്തുഹൂന്നാണ്. എത്ര കാലം കഴിഞ്ഞാലും കാത്തിക്കണം. നാവ് ശരിയായാൽ നാവ് കൊണ്ട് തന്നെ പറയണം എന്നാവും. ലിയാവിന്റെ അടുത്ത് അങ്ങനെയല്ല. ഉത്തരം പറ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ ഏതാ ഒന്ന്? ലംയുർജബുറുവാണെങ്കിൽ പിന്നെ അള്ളാഹുവിന്റെ കൽക്കെല്ലാം പറയുന്നുണ്ട്. ആരോട് തന്നെ ചേർത്തോളൂ എന്ന് മാത്രല്ല, വലിൽ അഖ്റസ് യശ്മലുഹു, പെട്ട് അഖ്റസ് എന്ന് പറഞ്ഞ താരീഫ് അവിടെ എന്താവും? ഷാമിലാവും ഇല്ലേ? രണ്ടാമത്തത് ഏതാണ്? 3 ദിവസം കാത്ത് 72 മണിക്കൂർ കൊണ്ട് ശരിയാക്കി തരാന്ന് പറയുന്നുണ്ട്. എന്നാലോ മെഡിക്കൽ കോളേജിൽ നിന്ന് ഖിയാസാക്കിയിട്ട് എന്താക്കാം? ബുദ്ധികൊണ്ട് ചിന്തിച്ചിട്ട് അഖ്റസിന്റെ മാതിരിയല്ലേ 3 ദിവസം കാത്ത് നിൽക്കാൻ കഴിയോ? അങ്ങനെ ഫർക്കിന് സാധ്യത ഉണ്ട്. ഇവിടെ കാത്തുന്നേ പറ്റുള്ളൂ, ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യൂല. ലിയാന്റെ അടുത്ത് അഖ്റസിനോട് ചേർക്കപ്പെട്ടത് ഇടുങ്ങനെ ആവശ്യമുള്ളത് കൊണ്ടാണ്. ഇതിലേക്ക് ലിയാൻ കേട്ടിട്ട് വേണ്ട ആക്ക് തിരിച്ചു പോകാനി. അവിൽത്തിറാണ് പല കഥാലിക്ക ഹുന. എന്താ ഇതെന്താ അങ്ങനത്തെ അതുകൊണ്ട്
ഇതങ്ങനെയല്ല. ഇതങ്ങനെയല്ല. റുജിയ ഉറൂഹു ആണെങ്കിൽ തീർച്ചയായും എന്ത് വേണം? ആ യഹ്തമിലുൽ ഫർഖ എന്ന് പറഞ്ഞാണ്ടാ ഖദിയുഖാലു വഖദി യഹ്താജു യഫ്തറു ഇല തലാഖി വൽ ബൈഇ. തലാഖ് ബൈഇ എമർജൻസി ആയിട്ട് തന്നെ വേണ്ടി വരും. അതുകൊണ്ട് ഇൽഹാഖ് തന്നെ നടത്തുകയും ഇബ്നുൽ ബസരി വഹുവ ളാഹിറു വൽ മുതവാദിറു മിൻ കലാമി ശാരി നിഹായയിൽ നിന്ന് കിട്ടുന്നത് അന്നഹു ഹൈസു റുജിയ ഉറൂഹു ബഅദ സലാസത്തി അയ്യാമിൻ ഉൻദുറിറ താല സമനു ഇഅ്തിഖാലിഹി ഔ ഖസുറാ. എന്താണ് ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ. ആ എന്താകണം? വൽ മുതവാദിറു മിൻ കലാമി ശാരി. ഇങ്ങനത്തെ അല്ല, ശാരി എന്ന് പറഞ്ഞ ന്യായ അലീഷ പ്രാവശ്യമാണ്. അതിൽ ഇങ്ങനെ രണ്ട് കിസ്മാക്കി തിരിക്കാത്തത് കൊണ്ട് അന്നഹു ഹൈസു റുജിയ ഉറൂഹു ബഅദ സലാസത്തി അയ്യാം, 3 ദിവസം കഴിഞ്ഞാൽ മാറുമെന്ന് തോന്നിപ്പോയാൽ ഉൻദുറിറ താല സമനു ഇഅ്തിഖാലിഹി ഔ ഖസുറ. അപ്പം എല്ലാം മറുപടി തീർന്ന് ഈ വിഷയം തന്നെ അവസാനിച്ചു.